ഗുഡ് ആഫ്റ്റർനൂൺ എവരി വൺ. രണ്ടാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫെയിലിയർ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് രണ്ട് ടോപ്പിക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഒരു മെറ്റീരിയൽ ഫെയിൽ ആവുന്നത്, പിന്നെ എങ്ങനെയൊക്കെ നമുക്കൊരു മെറ്റീരിയലിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ടൈപ്പ് ടെസ്റ്റുകളാണ്, പിന്നെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ്, അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, എന്താണ് ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഒരു സാധനം ഫെയിൽ ആവുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു മെറ്റീരിയൽ ഫെയിൽ ആവുക എന്ന് പറഞ്ഞാൽ ഫെയിലിയർ ഈസ് സിംപിളി ഡിഫൈൻഡ് ആസ് അൺഅക്സെപ്റ്റബിൾ ഡിഫോർമേഷൻ. നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു സഡൻ ഇമ്പാക്റ്റ് കൊണ്ട് ഒരു മെറ്റീരിയൽ ബ്രേക്ക് ആവണതിനെ നമുക്ക് എന്ത് പറയാം? ഫെയിലിയർ എന്ന് പറയാം. ഒരു അൺഅക്സെപ്റ്റബിൾ ഡിഫോർമേഷൻ കാരണം ആ ടേം സ്പെസിഫൈ ചെയ്യണം. പിന്നെ ഈ ഫെയിലിയറിൽ വരുന്നൊരിതാണ് ഫ്രാക്ചർ. ഓക്കെ, ഫസ്റ്റത്തെയാണ് ഫ്രാക്ചർ. എന്താണ് ഫ്രാക്ചർ? ഫ്രാക്ചർ ഈസ് കൺസിഡേർഡ് ആസ് ദ എൻഡ് റിസൾട്ട് ഓഫ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. എന്താണ് ഒരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ? എന്താണ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഡിഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെറ്റീരിയലിന് അതിൻ്റെ ഷേപ്പും സൈസും റീഗെയിൻ ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ സ്റ്റേറ്റിനെയാണ് നമ്മൾ പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്ന് പറയുക. ഓക്കെ, ഫ്രാക്ചർ ഈസ് സെപ്പറേഷൻ ഓഫ് എ ബോഡി അണ്ടർ സ്ട്രെസ് ഓർ സ്ട്രെയിൻ ഇൻ ടു 2 or more പാർട്സ്. ഇതാ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് രണ്ട് കഷ്ണമായിട്ട് ഒരു മെറ്റീരിയൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രാക്ചർ റിസൾട്ട് ഇൻ ക്രിയേഷൻ ഓഫ് ന്യൂ സർഫസ്. ഒരു ഫ്രാക്ചർ ഉണ്ടായി കഴിഞ്ഞാൽ അത് പുതിയൊരു രണ്ട് സർഫസ് ഉണ്ടാവാൻ കാരണമാവും. പ്രോസസ് ഓഫ് ഫ്രാക്ചർ. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫ്രാക്ചർ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഒരു സാധനത്തിന് പൊട്ടൽ അല്ലെങ്കിൽ ഒരു വിള്ളൽ ഉണ്ടാകുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. എങ്ങനെയാണ് പ്രോസസ് ഓഫ് ഫ്രാക്ചർ? ആദ്യം എന്ത് ചെയ്യും? ക്രാക്ക് ഇനീസിയേഷൻ. എന്ത് ചെയ്യും? ക്രാക്ക് ഫോം ചെയ്യും, ക്രാക്ക് ഉണ്ടാകും. ആൻഡ് ക്രാക്ക് പ്രൊപ്പഗേഷൻ. ക്രാക്ക് ഉണ്ടാവും, ആ ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യും, എന്ത് ചെയ്യും? ട്രാവൽ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ടൈപ്പ് ഓഫ് രണ്ട് തരം ഫ്രാക്ചറുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബ്രിട്ടിൽ ഫ്രാക്ചറും ഉണ്ട്, ഡക്റ്റൈൽ ഫ്രാക്ചറും ഉണ്ട്. എന്താണ് ബ്രിട്ടിൽ ഫ്രാക്ചർ, ഡക്റ്റൈൽ ഫ്രാക്ചർ? അതിൻ്റെ രണ്ട് ഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് പഠിച്ചിട്ടുണ്ടാവും ഹുക്സിലോ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? അത് ഇലാസ്റ്റിക് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്. പെട്ടെന്ന് എന്ത് ചെയ്യും? ബ്രിട്ടിൽ ഫ്രാക്ചറുള്ള മെറ്റീരിയൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ബ്രേക്കായിട്ട് പോകും. ഓക്കെ, ഇനി അടുത്തത് ഡക്റ്റൈൽ ഫ്രാക്ചർ. ഡക്റ്റൈൽ ഫ്രാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ലോഡ് കൊടുത്താൽ ബ്രേക്ക് ആവില്ല. അതിന് ആദ്യം എന്തുണ്ട്? ഒരു നെക്കിങ് ഉണ്ടാവും. പിന്നെ അങ്ങനത്തെ കുറച്ച് പ്രോസസ്സ് കൂടെ കടന്നു പോയിട്ട് ഒരു സ്മാൾ ഇലോങ്ങേഷൻ ഉണ്ടാവും. ലാസ്റ്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ മെറ്റീരിയൽ ബ്രേക്ക് ആവുള്ളൂ. അതിൻ്റെ സ്റ്റേജസ് കറക്റ്റായിട്ട് അടുത്ത ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് എന്താണ് ബ്രിട്ടിൽ ഫ്രാക്ചർ? ബ്രിട്ടിൽ ഫ്രാക്ചർ ടേക്സ് പ്ലേസ് വിത്തൗട്ട് എനി അപ്രീഷ്യബിൾ ഡിഫോർമേഷൻ. ഒരു അപ്രീഷ്യബിൾ ഡിഫോർമേഷൻ ഇല്ലാണ്ട് തന്നെ ഒരു മെറ്റീരിയൽ ബ്രേക്ക് ആവുക. ആൻഡ് ബൈ റാപ്പിഡ്ലി ക്രാക്ക് പ്രൊപ്പഗേഷൻ. ക്രാക്ക് എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ആവുന്നു. ദ ഡയറക്ഷൻ ഓഫ് ക്രാക്ക് ഫോർമേഷൻ ഈസ് വെരി നിയർലി പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ടെൻസൈൽ സ്ട്രെസ്. ഓക്കെ, അതാണ് അതിലെ മെയിൻ പോയിന്റ്. അതായത് വെരി നിയർലി ഓർ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ടെൻസൈൽ സ്ട്രെങ്ത് ആയിട്ടാണ് അവിടെ എന്തുണ്ടാവുന്നത്? ക്രാക്ക് ഫോർമേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, വെൻ ഗ്രാജുവൽ ടെൻസൈൽ ലോഡ് ഈസ് അപ്ലൈഡ് ഓൺ ദ മെറ്റീരിയൽ ഇൻ ടെൻസൈൽ ടെസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ഇലാസ്റ്റിക് ലിമിറ്റ് വിത്തൗട്ട് എനി പ്രയർ ഇൻഡിക്കേഷൻ ദ മെറ്റീരിയൽ ബ്രേക്ക്. അതായത് ഒരു ഇൻഡിക്കേഷനൊന്നും ഇല്ലാണ്ട് തന്നെ പെട്ടെന്ന് മെറ്റീരിയൽ എന്താവും? ബ്രേക്ക് ആവും. ദിസ് ടൈപ്പ് ഓഫ് ഫ്രാക്ചർ ഈസ് കാൾഡ് ബ്രിട്ടിൽ ഫ്രാക്ചർ. ബ്രിട്ടിൽ ഫ്രാക്ചർ ഹാസ് been observed in BCC and HCP metals. ഏതാണ് നമ്മൾ BCC HCP ഒക്കെ പഠിച്ചിരുന്നത്? എന്തായിരുന്നു BCC എന്ന് പറഞ്ഞാൽ ബോഡി സെൻറ്റേഡ് ക്യൂബിക്, HCP എന്ന് പറഞ്ഞാൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്, FCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് സെൻറ്റേഡ് ക്യൂബിക് മെറ്റൽസ്. ടെൻഡൻസി ഫോർ ബ്രിട്ടിൽ ഫ്രാക്ചർ ഈസ് ഇൻക്രീസ് വിത്ത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ഇൻക്രീസിങ് സ്ട്രെയിൻ റേറ്റ്. ഓക്കെ, ഇനി എന്താണ് ഡക്റ്റൈൽ ഫ്രാക്ചർ? ഡക്റ്റൈൽ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമൊക്കെ എടുത്ത് ക്രാക്ക് ഇനീഷ്യേറ്റ് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഒരു മെറ്റീരിയൽ ബ്രേക്ക് ആവണമെന്നതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആലോചിക്കുക. ഇൻ സം മെറ്റൽസ് ഫ്രാക്ചർ ഒക്കേഴ്സ് ആഫ്റ്റർ സം എമൗണ്ട് ഓഫ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. സച്ച് മെറ്റീരിയൽ ആർ സെഡ് ടു ബി ഡക്റ്റൈൽ ആൻഡ് ഫ്രാക്ചർ ഈസ് ടേംഡ് ആസ് ഡക്റ്റൈൽ ഫ്രാക്ചർ. Ductile fracture is always preceded by the localization or deformation called necking. അത് നെക്കിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് കൂടെ അത് കടന്നു പോകും. ഇറ്റ് എക്സിബിറ്റ് 4 സ്റ്റേജസ്. ഫസ്റ്റ് നെക്കിങ്ങിന് ശേഷം എന്തുണ്ടാവും? ഒരു സ്മാൾ ക്യാവിറ്റി ഫോർമേഷൻ, പിന്നെ ഫോർമേഷൻ ഓഫ് ക്രാക്ക്, കപ്പ് ആൻഡ് കോൺ ഫോർമേഷൻ. ഓക്കെ, അതിൻ്റെ ഫിഗറാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മളൊരു ടെൻസൈലോട് കൊടുക്കുമ്പോൾ ഫസ്റ്റ് എന്തുണ്ടാവും? ഒരു നെക്ക് പോർഷൻ ആയിട്ടാണ് ആ മെറ്റീരിയൽ ഡിഫോം ചെയ്യുക. രണ്ട് സൈഡിൽ നിന്നും പിടിച്ച് വലിക്കുമ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ എന്ത് ചെയ്യും? സ്മാൾ ക്യാവിറ്റീസ്, ചെറിയ വോയിഡ് സ്പേസസ് എന്ത് ചെയ്യും? അതിൻ്റെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ എന്ത് ചെയ്യും? ആ ക്യാവിറ്റികളൊക്കെ എന്ത് ചെയ്യും? ലൈനപ്പ് ആവാൻ തുടങ്ങും. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നാലാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ആ ക്രാക്ക് എന്ത് ചെയ്യും? പ്രൊപ്പഗേറ്റ് ചെയ്യും. ഓക്കെ, എന്ത് ചെയ്യും? പിന്നെ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? കപ്പ് ആൻഡ് കോൺ ഫോർമേഷന് അത് വിധേയമാവും. അതായത് ഒരു 45 ഡിഗ്രിയിലാണ് അത് സെപ്പറേറ്റ് ആയിട്ട് പോവുക.
അങ്ങനെയാണ് ആ ഫിഗർ കൊടുത്തിട്ടുള്ളത്. ഇനി അതിൽ ഓരോ ടേംസും എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ നെക്കിങ് വിത്ത് ഇലാസ്റ്റിക് സ്ട്രെയിൻ ദ മെറ്റീരിയൽ ബിക്കം പ്ലാസ്റ്റിക്കലി ഡീഫോം ആൻഡ് നെക്ക് ഫ്രം ഷോൺ ഇൻ ഫിഗർ. ഒന്നാമത്തെ ഫിഗർ കാണിച്ചതുപോലെ ഒരു നെക്ക് ഫോം ചെയ്യും. പിന്നെ സ്മാൾ ക്യാവിറ്റി ഫോർമേഷൻ വിത്തിൻ ദ നെക്ക് ആൻഡ് സ്മാൾ ക്യാവിറ്റീസ് ഓർ വോയിഡ്സ് ആർ ഫോംഡ്. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? സ്മാൾ വോയിഡ്സ് ജനറേറ്റ് ആവും. ഫോർമേഷൻ ഓഫ് ക്രാക്ക്. These cavities then line up from an internal crack which spread across the material in a direction at a right angle to the അപ്ലൈഡ് സ്ട്രെസ്. നമ്മൾ കൊടുത്ത സ്ട്രെസ്സിന് അല്ലെങ്കിൽ ഫോഴ്സിന് റൈറ്റ് ആംഗിൾ ആയിട്ടാണ് അവിടെ എന്ത് ഫോം ചെയ്യുന്നത്? ക്യാവിറ്റീസ് ഫോം ചെയ്യുന്നതാണെന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത ഫിഗറിൽ കൊടുത്തിട്ടുള്ള കപ്പ് ആൻഡ് കോൺ ഫ്രാക്ചർ എന്താണ്? ദ ക്രാക്ക് ഫൈനലി പ്രൊപ്പഗേറ്റ് into the material surface by sharing a direction which is approximately 45 degree to the applied stress. അതായത് മെറ്റീരിയൽ സെപ്പറേറ്റ് ആവുന്നത് 45 നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ്സിന് 45 ഡിഗ്രി ആയിട്ടാണ് ടു ഗിവ് ഫ്രാക്ചർ ആസ് ഷോൺ ഇൻ ഫിഗർ ഡി. അതാണ് ആ ലാസ്റ്റ് ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. അത് രണ്ടായിട്ട് ഒരു കപ്പ് ആൻഡ് കോൺ ഫോർമേഷൻ എന്നാണ് നമ്മൾ ആ സെപ്പറേഷനെ പറയുക. അപ്പോൾ അങ്ങനെയാണ് ഒരു ടെൻസൈൽ ലോഡ് കൊടുക്കുമ്പോൾ ഒരു മെറ്റീരിയൽ സെപ്പറേറ്റ് ആയിട്ട് ബ്രേക്ക് ആവുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് എന്താണ് ഡക്റ്റൈൽ ഫ്രാക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. ഇനി അടുത്തതാണ് നോച്ച് സെൻസിറ്റിവിറ്റി. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റിഡക്ഷൻ ഇൻ പ്രോപ്പർട്ടീസ് ഓഫ് എ മെറ്റീരിയൽ ഡ്യൂ ടു സ്ട്രെസ് കോൺസെൻട്രേഷൻ. The notch sensitivity of a material is measured that represents how much a pressure of a notch is other geometric discontinuity affect the material. അതായത് ഒരു മെറ്റീരിയലിൽ ഇപ്പോൾ ഒരു നോച്ചോ അല്ലെങ്കിൽ സ്മാൾ ഹോൾസോ ഉണ്ടിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അവിടെ ഹൈ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാവും. ഓക്കെ, ആ സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? അതിൻ്റെ സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യുന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, സ്ട്രെസ് വിൽ ബി കോൺസെൻട്രേറ്റഡ് അറ്റ് എ പോയിന്റ് ഇൻ മെറ്റീരിയൽ വെർ ഹോൾസ് ആർ പ്രസൻറ്റ്. അതായത് ഹോൾസ് ഉള്ളിടത്ത് എന്ത് ചെയ്യും? സ്ട്രെസ് കോൺസെൻട്രേഷൻ കൂടും. ബിക്കോസ് ഓഫ് നോച്ച് ഓർ ഹോൾ ഓർ ക്യാവിറ്റി സ്ട്രെസ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് എ പോയിന്റ്. അതായത് ഹോളോ ക്യാവിറ്റികളോ ഒക്കെ ഒരു മെറ്റീരിയലിൽ പ്രസൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ സ്ട്രെസ് കോൺസെൻട്രേഷന് കാരണമാകും. ബിക്കോസ് ഓഫ് ദ നോച്ച് the amount of force stress required to break the material will be less and is called notch sensitivity. അപ്പോൾ അങ്ങനെ ഹോളും ക്യാവിറ്റിയൊക്കെ ഉണ്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ മെറ്റീരിയലിനെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാം. അതായത് ബേസിക്കലി അവിടെ മെറ്റീരിയൽ ഇല്ല, അപ്പോൾ എന്ത് ചെയ്യാം? അതായത് സാധാരണ ഈ കോർണർ അതേപോലെ ടിപ്പ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ മെറ്റീരിയലിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ കൂടും. സ്ട്രെസ് കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റീരിയലിൻ്റെ എന്ത് ചെയ്യും? സ്ട്രെങ്ത് റെഡ്യൂസ് ആവുമെന്നാണ് പറയുന്നത്. ഇനി എന്താണ് ഫാറ്റീഗ്? മനുഷ്യന്മാർ ഫാറ്റീഗ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന്മാർക്ക് ക്ഷീണം വരിക എന്നർത്ഥം. അപ്പോൾ മെറ്റൽസിന് അല്ലെങ്കിൽ മെറ്റീരിയൽസിന് വരുന്ന ഒരു ക്ഷീണം ആയിട്ട് നമുക്ക് ഫാറ്റീഗിനെ കണക്കാക്കാം. ഫാറ്റീഗ് ഈസ് ദ ഫെയിലിയർ കോസ്ഡ് ബൈ സൈക്ലിക് സ്ട്രെസ്. സൈക്ലിക് സ്ട്രെസ് കാരണം ഒരു മെറ്റീരിയൽ ഫെയിൽ ആവുന്നതിനെ നമ്മൾ ഫാറ്റീഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫെയിലിയർ ഓഫ് എ മെറ്റീരിയൽ അറ്റ് എ സ്ട്രെസ് വാല്യൂ ലെസ് ദാൻ ദ മിനിമം വാല്യൂ ഓഫ് സ്ട്രെസ് അണ്ടർ റിപ്പീറ്റഡ് ഓർ ഫ്ലക്ച്വേറ്റിംഗ് ലോഡ് വരുമ്പോൾ എന്താണ്? ഒരു മെറ്റീരിയൽ ഫെയിൽ ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാറ്റീഗ് എന്ന് പറയുന്നത്. ഫാറ്റീഗ് ഒക്കേഴ്സ് ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. ഫാറ്റീഗ് ഒരു ലോങ് പീരിയഡ് ഓഫ് ടൈമിൽ മാത്രം ഒബ്സർവ് ചെയ്യുന്ന ഒരു ഫിനോമിനനാണ്. 90% ഓഫ് മെക്കാനിക്കൽ ഫെയിലിയർ ഈസ് ഡ്യൂ ടു ഫാറ്റീഗ്. 90% മെക്കാനിക്കൽ ഫെയിലിയേഴ്സിൻ്റെയും മെയിൻ റീസൺ എന്ന് പറയുന്നത് ഫാറ്റീഗാണ്. ഇറ്റ് ഈസ് മോർ പ്രോമിനൻറ്റ് ഇൻ ഐ സി എൻജിൻസിലൊക്കെ സാധാരണ നമ്മൾ ബിയറിങ്സോ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? ഫാറ്റീഗിൻ്റെ ഫലമായിട്ട് ആണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. ഫാറ്റീഗ് ഫെയിലിയർ സ്റ്റാർട്ട് ഫ്രം ഇൻറ്റേർണൽ ക്രാക്സ്, ഹോൾസ് ഓർ ക്യാവിറ്റീസ്. അപ്പോൾ ഫാറ്റീഗ് ഫെയിലിയർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ ക്രാക്സ് ഉണ്ടാവും, ഹോൾസ് ഉണ്ടാവും, ക്യാവിറ്റീസ് ഫോം ചെയ്യും. ദെൻ ദ ക്രാക്ക് റീച്ചസ് ടു ദ സർഫസ് പ്രൊഡ്യൂസിങ് ഫ്രാക്ചർ ഓഫ് ദ കോമ്പണൻറ്റ്. ഉണ്ടായിട്ടുള്ള ഇൻറ്റേർണൽ ക്രാക്സ് എന്ത് ചെയ്യും? സർഫസിലേക്ക് ഇൻട്രൊഡ്യൂസ് ആവും. ഇൻട്രൊഡ്യൂസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? ആ മെറ്റീരിയലിൻ്റെ ഫെയിലിയറിന് കാരണമാവുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ക്രീപ്പ്. എന്താണ് ക്രീപ്പ്? ക്രീപ്പ് ഈസ് ദ ടൈം ഡിപ്പെൻഡൻറ്റ് കണ്ടിന്യൂസ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് ലോഡ് ഓഫ് സ്ട്രെസ്. കോൺസ്റ്റൻറ്റ് ലോഡ് ഓഫ് സ്ട്രെസ്സോ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഫെയിലിയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രീപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്ലോ സ്ട്രെസ് ഒക്കറിങ് ഇൻ എ മെറ്റീരിയൽ വെൻ ഈസ് സബ്ജക്റ്റഡ് ടു ഹൈ ടെമ്പറേച്ചർ ഫോർ എ പ്രൊലോങ്ഡ് പീരിയഡ് ഓഫ് ടൈം. അല്ലച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ലോ സ്ട്രെസ് ഒക്കറിങ് ഇൻ എ മെറ്റീരിയൽ ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ ഹൈ ടെമ്പറേച്ചർ ഫോർ എ പ്രൊലോങ്ഡ് പീരിയഡ് ഓഫ് ടൈം. അതായത്
ബേസിക്കലി ഇതിന് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് ഫെയിലിയർ എന്ന് കാണിച്ചാൽ അതിനെ പറയാം. ടെമ്പറേച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ഒരു മെറ്റീരിയൽ ഫെയിൽ ആവുന്നു. പിന്നെ അതിനെയാണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയുന്നത്. ക്രീപ്പ് ഈസ് കൺസിഡേർഡ് ഫോർ ഡിസൈനിങ് ഓഫ് ഐസി എൻജിൻസ്. അതായത് ഹീറ്റ് വരുന്നിടത്തൊക്കെ ക്രീപ്പ് വരും. ഹീറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്യുപ്മെൻറ്റ്സിലൊക്കെ ക്രീപ്പ് വരും. ഐസി എൻജിൻ, ബോയിലർ, സ്റ്റീം, ടർബൈന്, ഗ്യാസ് ടർബൈൻസ്. ക്രീപ്പ് ഈസ് ആൾസോ എ പെർമനൻറ്റ് ഡീഫോർമേഷൻ. ക്രീപ്പ് എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് ഡീഫോർമേഷനാണ്. ഹെൻസ് സ്പെഷ്യൽ ടെമ്പറേച്ചർ റെസിസ്റ്റിംഗ് മെറ്റീരിയൽ മസ്റ്റ് ബി യൂസ്ഡ് ടു അവോയ്ഡ് ക്രീപ്പ്. അപ്പോൾ ക്രീപ്പ് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? സ്പെഷ്യൽ ടെമ്പറേച്ചർ റെസിസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? യൂസ് ചെയ്യേണ്ടി വരും. അതാണ് ആ മെറ്റീരിയൽസാണ്. സൂപ്പർ അലോയ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രീപ്പിനെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ കഴിയും. ഓക്കെ, ഇനി മെറ്റീരിയൽ ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾക്ക് ഒരു മെറ്റീരിയൽ ടെസ്റ്റ് ചെയ്യണം. എന്തിനാണ് നമ്മളൊരു സാധനം ടെസ്റ്റ് ചെയ്യണത്? അത് നമ്മുടെ റിക്വയേർഡ് യൂസിന് ആപ്റ്റ് ആണോ? അപ്പോൾ ഇന്ന സ്റ്റാൻഡേർഡ്സ് ആണച്ചു കഴിഞ്ഞാൽ മാത്രമാണ്. ഇപ്പോൾ ഒരു മെറ്റീരിയൽ ഇപ്പോൾ ഒരു ഷാഫ്റ്റ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഷാഫ്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ എന്തുണ്ട്? അതിനൊരു പർട്ടിക്കുലർ ലിമിറ്റ് ഉണ്ട്. ലോഡ് താങ്ങാനും ഉള്ളൊരു പർട്ടിക്കുലർ ലിമിറ്റ് ഉണ്ട്. പക്ഷേ ആ പർട്ടിക്കുലർ ലിമിറ്റ് ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യണം. അത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ആ മെറ്റൽ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തിനാണ് പർപ്പസ് ഓഫ് മെറ്റീരിയൽ ടെസ്റ്റിംഗ്? വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനൊരു മെറ്റീരിയൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്? ടു ഡിറ്റർമിൻ ആൻഡ് ഇവാലുവേറ്റ് വേരിയസ് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ മെറ്റീരിയലിൻ്റെ വേരിയസ് പ്രോപ്പർട്ടീസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടു ഡിറ്റക്ട് ആൻഡ് ഇവാലുവേറ്റ് ദ സർഫസ് ഓർ സബ് സർഫസ് ഡിഫക്റ്റ്. അപ്പോൾ ഒരു മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ, അതിൻ്റെ സർഫസിൻ്റെ തൊട്ട് താഴെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ടു ചെക്ക് കെമിക്കൽ കോമ്പോസിഷൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടു ചെക്ക് കെമിക്കൽ കോമ്പോസിഷൻ. ആ മെറ്റീരിയലിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ ചെക്ക് ചെയ്യാൻ പറ്റും. ടു ഡിറ്റർമിൻ സ്യൂട്ടബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ഫോർ എ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ. എന്താണ്? ടു ഡിറ്റർമിൻ ദ സ്യൂട്ടബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ഫോർ എ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ. ഏത് ആപ്ലിക്കേഷന് ഇത് ആപ്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ടു പ്രഡിക്റ്റ് ദ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ. എന്ത് ചെയ്യാൻ പറ്റും? ആ മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ പറ്റും. ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ ടെസ്റ്റിംഗ്. ബേസിക്കലി മെറ്റീരിയൽ രണ്ട് രീതിയിലാണ് ടെസ്റ്റ് ചെയ്യുക: ഡിസ്ട്രക്റ്റീവും നോൺ ഡിസ്ട്രക്റ്റീവും. ഡിസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയലിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനാണ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നോൺ ഡിസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റീരിയലിനെ ബ്രേക്ക് ചെയ്യാണ്ട് തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുക. ആ മെത്തേഡ്സൊക്കെ നമുക്ക് പഠിക്കാണ്ട്. ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിൻ്റെ ഒരു ഫിഗറൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പൊല്യൂഷൻ ടെസ്റ്റൊക്കെ കാറിൽ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ചെയ്യുന്നത്? ആ കാറിൻ്റെ സ്റ്റെബിലിറ്റി. ഇപ്പോൾ ആക്സിഡൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ടാറ്റേൻ്റെയൊക്കെ കാർ കണ്ടിട്ടുണ്ടാവും. അതിനൊക്കെ എന്താണ്? ഹൈ സേഫ്റ്റിയാണ്. അപ്പോൾ നമുക്ക് സേഫ്റ്റി എൻഷുർ ചെയ്യേണ്ടത് ഉള്ള പർപ്പസ് വരുമ്പോൾ നമ്മൾ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ഈസ് ദ ടെസ്റ്റ് മെത്തേഡ് കണ്ടക്റ്റഡ് ടു ഫൈൻഡ് ദ എക്സാക്ട് പോയിന്റ് ഓഫ് ഫെയിലിയർ ഓഫ് എ മെറ്റീരിയൽ. എന്തിനു വേണ്ടിയിട്ടാണ് അത് കണ്ടത്? ഏത് പോയിന്റിലാണ്, ആ എക്സാക്ട് പോയിന്റിലാണ് ആ മെറ്റീരിയൽ ഫെയിൽ ആവണമെന്ന് എന്ത് ചെയ്യണം? നമുക്ക് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. കോമ്പണൻസ് ഓർ മെഷീൻസ് ഇൻ ദ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ദ സ്പെസിമെൻ ഓർ കോമ്പണൻറ്റ് ടു ബി ടെസ്റ്റഡ് ഈസ് ഡിസ്ട്രോയിഡ് ആൻഡ് കനോട്ട് ബി റീയൂസ്ഡ്. അപ്പോൾ ഇതിന് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? പിന്നെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തായി? അത് സ്ക്രാപ്പായിട്ട് മാറി. ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് ടു ഡിറ്റർമിൻ ദ ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് സച്ച് ആസ്. എന്തിനു വേണ്ടിയിട്ടാണ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്? എന്താണ്? സ്ട്രെങ്ത്, ടഫ്നെസ്, ഡക്റ്റിലിറ്റി, അതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ചെയ്യുന്നത്. ഈ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് നിങ്ങൾ MT ലാബിൽ ചെയ്തിട്ടുണ്ട്. ഏതാണ്? ടെൻഷൻ ടെസ്റ്റും ഉണ്ട്, ഇമ്പാക്റ്റ് ടെസ്റ്റും ഉണ്ട്, ഹാർഡ്നെസ് ടെസ്റ്റ്. മൂന്നെണ്ണമാണ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിൽ വരുന്നത്. ഏതൊക്കെയാണ്? ടെൻഷനും ഇമ്പാക്റ്റും ഹാർഡ്നെസ്സും. ഓക്കെ, ഇനി അതിൽ ഓരോന്നും പഠിക്കാം. ടെൻസൈൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സൈഡിലും പിടിച്ച് വലിച്ചിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ആ ഒരു ബാറിനെ ബ്രേക്ക് ചെയ്യുന്ന ടെസ്റ്റ് അല്ലേ? ഇറ്റ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെക്കാനിക്കൽ ടെസ്റ്റ്. എ ടെൻസൈൽ ടെസ്റ്റ് ഹെൽപ്പ് ടു ഡിറ്റർമിൻ ദ ടെൻസൈൽ പ്രോപ്പർട്ടീസ് സച്ച് ആസ് ടെൻസൈൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഈൽഡ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും, പെർസെൻറ്റേജ് ഓഫ് ഇലോങ്ങേഷൻ കണ്ടുപിടിക്കാൻ പറ്റും, പെർസെൻറ്റേജ് ഓഫ് റിഡക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും, ഇൻ ഏരിയ ആൻഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും? ഒരു ടെൻസൈൽ ടെസ്റ്റ് എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ദ ടെൻസൈൽ ടെസ്റ്റ് റിക്വയേഴ്സ് യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ. എന്തിനാണ്? നമ്മൾ എങ്ങനെയാണ് ടെൻസൈൽ ടെസ്റ്റ് നിങ്ങൾ MT ലാബിൽ ചെയ്തിട്ടുള്ളത്? അവിടെ UTM ഉണ്ടാവും, യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ. പിന്നെ എക്സ്റ്റൻസോമീറ്റർ ഉണ്ടാവും, വെർണിയർ കാലിപ്പർ ഉണ്ടാവും, പഞ്ചിങ് ടൂൾ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് എന്തിനു വേണ്ടത്? ഒരു ടെൻസൈൽ ടെസ്റ്റിന് റിക്വയർ ആയിട്ടുള്ളത്. ഇൻ ദ ടെൻസൈൽ ടെസ്റ്റ് എ സ്റ്റീൽ റോഡ് ഈസ് സബ്ജക്റ്റഡ് ടു ടെൻഷൻ load by means of universal testing machine. The equipment arranged and procedure for conducting the tensile test on steel rod are explained below. നിങ്ങൾ അവിടെ പോയിട്ട് ചെയ്ത ടെസ്റ്റ് അവിടെ എന്താണ്? ഇതാണ് ആ UTM മെഷീൻ്റെ ഫിഗർ. അതിന് എന്തൊക്കെ ഉണ്ട്? ഒരു അപ്പർ ക്രോസ് ഹെഡും ഉണ്ട്, പിന്നെ എന്തുണ്ട്? ഒരു മൂവബിൾ ക്രോസ് ഹെഡും ഉണ്ട്, പിന്നെ എന്താണ്?
ഒരു ലോവർ ക്രോസ് ഹെഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് മൂവബിൾ ക്രോസ് ഹെഡാണ് നമ്മൾ എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. അപ്പർ ക്രോസ് ഹെഡ്, പിന്നെ എന്താണ്, പിന്നെ സർഫസ് ഫോർ ടെൻസൈൽ സ്പെസിമെൻ, നമ്മുടെ വലിച്ച് പൊട്ടിക്കേണ്ട സ്പെസിമെൻ വെക്കാൻ നടുവിൽ ഒരു സ്പേസ് ഉണ്ടാവും. പിന്നെ ഒരു ടേബിൾ ഉണ്ടാവും താഴത്ത്. പിന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ലോഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ അതിൻ്റെ നമ്മൾ കൊടുക്കുന്ന ലോഡും കാര്യങ്ങളൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും, ഒരു ലോഡ് ഇൻഡിക്കേറ്റർ ഉണ്ടാവും, സ്പീഡ് കൺട്രോളർ ഉണ്ടാവും. അത്രയും കാര്യങ്ങളാണ് അതിനുണ്ടാവുക. ഇതാണ് അതിൻ്റെ ഒരു ലോഡിങ് യൂണിറ്റും ഉണ്ടാവും, ഒരു കൺട്രോൾ പാനലും ഉണ്ടാവും. അതായത് ഈ ലോഡ് കൺട്രോൾ ചെയ്യാനുള്ളതാണ് കൺട്രോൾ പാനൽ. പിന്നെ എന്താണ്, വലിച്ചു പൊട്ടിക്കാനുള്ളതാണ് നമുക്ക് എന്താണ്, ലോഡിങ് യൂണിറ്റ്. ഓക്കെ, ഇനി യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനെ പറ്റിയിട്ടൊന്ന് പറയാം. UTM ഈസ് കംപ്രമൈസ് ഓഫ് 2 യൂണിറ്റ്സ്. വൺ ഈസ് ലോഡിംഗ് യൂണിറ്റ് ആൻഡ് അതർ ഈസ് ദ കൺട്രോൾ പാനൽ. അപ്പോൾ എന്താണ് മെയിനായിട്ട് 2 കോമ്പണൻ്റ്, ഇത് ലോഡ് ചെയ്യാൻ വലിക്കാനുള്ള ലോഡിംഗ് യൂണിറ്റും ഉണ്ടാവും. പിന്നെ എന്താണ്, ഇത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കൺട്രോൾ പാനലും ഉണ്ടാവും. ലോഡിംഗ് യൂണിറ്റ് എന്താണ്, ലോഡിംഗ് യൂണിറ്റ് എന്ന് പഠിക്കാം. ദ ലോഡിംഗ് ഓഫ് എ സ്പെസിമെൻ ഈസ് പ്ലേസ്ഡ് ഇൻ എ ലോഡിംഗ് യൂണിറ്റ്. എന്താണ് ലോഡിംഗ് യൂണിറ്റ്? നമ്മുടെ സ്പെസിമെൻ വെച്ചിട്ട് നമ്മൾ ലോഡ് ചെയ്യുന്ന ആ സ്പേസിനാണ് നമ്മൾ എന്താ ലോഡിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇൻ ദ ഫിഗർ എബോവ് ദ എക്യുപ്മെൻറ്റ് ഇൻ ദ ലെഫ്റ്റ് ഈസ് കാൾഡ് ആസ് ലോഡിംഗ് യൂണിറ്റ്. ഈ ലെഫ്റ്റിൽ കാണുന്ന ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോഡിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ്, ദ എക്യുപ്മെൻറ്റ് ഇൻ ദ ലെഫ്റ്റ് ഈസ് കാൾഡ് ലോഡിംഗ് യൂണിറ്റ്. ദ ലോഡിംഗ് യൂണിറ്റ് കണ്ടെയ്ൻസ് 3 ക്രോസ് ഹെഡ്സ്. ആ ലോഡിംഗ് യൂണിറ്റിന് 3 ക്രോസ് ഹെഡ് ഉണ്ട്. ദേ ആർ ദ അപ്പർ ഹെഡ്, മിഡിൽ ഹെഡ്, ലോവർ ഹെഡ്. അപ്പോൾ ഏതൊക്കെയാണ്, അപ്പർ ഹെഡ്, മിഡിൽ ഹെഡ്, ലോവർ ഹെഡ്, 3 പാർട്സ് ഉണ്ട് അതിന്. ദ ക്രോസ് ഹെഡ് ആർ യൂസ്ഡ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ലോഡ്, ടെൻസൈൽ ഓർ കംപ്രസീവ് ഓർ ഷിയർ. ഏത് ലോഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്യുക. applied on the specimen. When undergoing the tensile test, the upper and middle close head are used. അപ്പോൾ ടെൻസൈൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെയാണ് യൂസ് ചെയ്യുക, അപ്പറും മിഡിലും മാത്രമേ യൂസ് ചെയ്യുള്ളൂ, മറ്റേത് അവിടെ സ്റ്റേഷനറി ആയിട്ട് നിർത്തുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇനി കൺട്രോൾ പാനൽ. ദ യൂണിറ്റ് ഫെസിലിറ്റീസ് ദ ലോഡ് application of a specimen. The load application is performed by action of a hydraulic press. അത് ബേസിക്കലി അതിൻ്റെ ഉള്ളിലൊരു ഹൈഡ്രോളിക് പ്രസ്സാണ്. എ പെൻഡുലം ഇൻ എ ഡൈനാമോമീറ്റർ ഈസ് ഫിൽഡ് ഇൻ ടു മെഷർ ആൻഡ് ഇൻഡിക്കേറ്റ് ദ ഫോഴ്സ് കമ്മിങ് ഓൺ ദ സ്പെസിമെൻ. അത് നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്തു എന്ന് നമുക്ക് ആ ഡയലിൽ നോക്കി അറിയാം, ആ കൺട്രോൾ യൂണിറ്റിൻ്റെ. A bag size load indicating dial fitted with a glass cover is mounted on the side of the panel. ആ ഡയലിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. The range indicating dial is to be adjusted for the particular range is selected. നമുക്ക് ഇഷ്ടമുള്ള റേഞ്ച് ലോഡ് അതിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, then specimen is subjected to constant tension load and the extension caused in the steel rod is noted. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ സ്റ്റീൽ റോഡിനുണ്ടായിട്ടുള്ള എക്സ്റ്റൻഷൻ എന്ത് ചെയ്യും, നമ്മൾ നോട്ട് ചെയ്യും. Against the load within the elastic limit. The load values at yield point, breaking point and ultimate point. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നമ്മുടെ ഏതിലാണ്, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കെയർഫുള്ളി നോട്ട് ചെയ്യും. ഏത് ലോഡിലാണ് അത് ഇന്ന സ്റ്റേജിൽ എത്തിയിട്ടുള്ളത് നമ്മൾ നോട്ട് ചെയ്യും. വിത്ത് ദ ഒബ്റ്റെയിൻഡ് വാല്യൂ the stress and strain are calculated and plotted in the graph. ആ സ്ട്രെസ് സ്ട്രെയിൻ വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഗ്രാഫ് വരയ്ക്കും. അതാണ് ആ ഗ്രാഫ്, നിങ്ങൾ ഓൾറെഡി വരച്ചിട്ടുണ്ടാവും. അതിലെ OA എന്ന് പറയുന്നത് എന്താണ്, പ്രൊപ്പോർഷണൽ ലിമിറ്റ് ആണ്. A എന്ന് പറയുന്നത് എന്താണ്, ഇലാസ്റ്റിക് ലിമിറ്റ്. B എന്ന് പറയുന്നത് എന്താണ്, ഈൽഡ് സ്ട്രെസ് പോയിന്റ് ഓർ അപ്പർ ഈൽഡ് സ്ട്രെസ്. C എന്ന് പറയുന്നത് ലോവർ ഈൽഡ് സ്ട്രെസ് പോയിന്റ് ആണ്. D എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് ആണ്. പിന്നെ E എന്ന് പറയുന്നത് ബ്രേക്കിംഗ് ഓർ റാപ്ചർ പോയിന്റ് ആണ്. ഓക്കെ, ഇലാസ്റ്റിക് ലിമിറ്റ് ഈസ് ദ മാക്സിമം സ്ട്രെസ് ഓഫ് എ മെറ്റീരിയൽ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ബിഫോർ ദ പെർമനന്റ് ഡീഫോർമേഷൻ. അത് എന്താണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈൽഡ് സ്ട്രെസ് ഈസ് ദ മാക്സിമം സ്ട്രെസ് ദാറ്റ് മെറ്റീരിയൽ ക്യാൻ വിത്ത്സ്റ്റാൻഡ് വൈൽ ഡീഫോർമേഷൻ. അത് ഈൽഡ് സ്ട്രെസ് എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അൾട്ടിമേറ്റ് സ്ട്രെസ് ഈസ് ദ മാക്സിമം സ്ട്രെസ് ദാറ്റ് എനി സോളിഡ് മെറ്റീരിയൽ ഈസ് ഏബിൾ ടു വിത്ത്സ്റ്റാൻഡ് ബിഫോർ ഫെയിലിയർ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഈ UTMLനെയാണ് ടെൻസൈൽ ടെസ്റ്റും ചെയ്യുക, കംപ്രഷൻ ടെസ്റ്റും ചെയ്യുക. അപ്പോൾ എന്താണ് കംപ്രഷൻ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ലൈക്ക് ടെൻസൈൽ ടെസ്റ്റ്, കംപ്രഷൻ ടെസ്റ്റ് ഈസ് ആൾസോ കണ്ടക്ടഡ് ഓൺ ദ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ. ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ഓഫ് ടെൻസൈൽ ടെസ്റ്റ്. ഒന്നത് പിടിച്ചു വലിക്കുകയാണ് ചെയ്യുക, അപ്പോൾ ഇതെന്താവും, പിടിച്ചമർത്തുകയാണ് ചെയ്യുക. 2 അപ്പർ ആമും അതിൻ്റെ മിഡിൽ ആമും യൂസ് ചെയ്തിട്ട് കംപ്രസ് ചെയ്യും. ഇൻ കംപ്രഷൻ ടെസ്റ്റ് ദ പീസ് ഓഫ് മെറ്റൽ ഈസ് സബ്ജക്റ്റഡ് ടു എൻഡ് ലോഡിംഗ് വിച്ച് പ്രൊഡ്യൂസ് ക്രഷിംഗ് ആക്ഷൻ. അതെന്താണ്, ഒരു ക്രഷിംഗ് ആക്ഷൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഫോർ ടെസ്റ്റിംഗ് ബ്രിട്ടിൽ മെറ്റീരിയൽ ലൈക്ക് കാസ്റ്റ് അയൺ, കോൺക്രീറ്റ് എക്സെട്ര, സ്പെസിമെൻ പ്ലേസ്ഡ് ബിറ്റ്വീൻ ടേബിൾ ആൻഡ് അഡ്ജസ്റ്റ് ദ ക്രോസ് ഹെഡ് ആൻഡ് പുഷ് ദ ലോഡ് അപ്ലൈഡ്. സെയിം പ്രൊസീജിയറിനെയാണ് നമ്മൾ ചെയ്യുക. പിന്നെ ഇമ്പാക്റ്റ് ടെസ്റ്റ്. എന്താണ് ഇമ്പാക്റ്റ്? ഇമ്പാക്റ്റ് ടെസ്റ്റ് ബിക്കം എസെൻഷ്യൽ ഇൻ ഓർഡർ ടു സ്റ്റഡി ദ ബിഹേവിയർ ഓഫ് എ മെറ്റീരിയൽ അണ്ടർ ഡൈനാമിക് ലോഡിംഗ്.
ഡൈനാമിക് ലോഡിങ് വരുന്ന കേസിൽ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യാനാണ് നമ്മൾ ഇമ്പാക്ട് ടെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇമ്പാക്ട് ടെസ്റ്റ് ഡിറ്റർമിൻ ദ ബിഹേവിയർ ഓഫ് എ മെറ്റീരിയൽ വെൻ സബ്ജക്റ്റഡ് ടു ഹൈ റേറ്റ് ഓഫ് ലോഡിങ്. അതായത് ഹൈ റേറ്റ് ഓഫ് ലോഡിങ് വരുമ്പോൾ അതാണ് ഡൈനാമിക് ലോഡിങ് എന്ന് പറയുന്നത്. യൂഷ്വലി ഇൻ ബെൻഡിങ്, ടെൻഷൻ, ആ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമ്പാക്ട് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ദ മോസ്റ്റ് കോമൺ ഇമ്പാക്ട് ടെസ്റ്റ് ആർ സ്വിംഗ് പെൻഡുലം ടു സ്ട്രൈക്ക് എ നോച്ച്ഡ് ബാർ. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഇമ്പാക്ട് ടെസ്റ്റ്. Height before and after impact are used to compute the energy required to fracture the bar. The following type of impact test are performed on the machine. അപ്പോൾ അത് ഇമ്പാക്ട് ടെസ്റ്റിന് 2 എക്സാമ്പിളാണുള്ളത്. IC എന്ന് ആലോചിക്കുക. ഇമ്പാക്ട് ടെസ്റ്റിന് 2 എക്സാമ്പിളാണ് IC, ഇമ്പാക്ട് ടെസ്റ്റും ചാർപി ടെസ്റ്റും. ഓക്കെ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. എന്താണ്, ഒരു മെറ്റീരിയൽ നിങ്ങൾ ആൻവൈസിൽ മറ്റേ ഫയലിൽ വെച്ചിട്ട് ഫയൽ ചെയ്തതിന് ശേഷം അവിടെ ഒരു വി ബ്ലോക്ക് ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് ഈ സ്ട്രൈക്കിംഗ് എഡ്ജ് വെച്ചിട്ട് എന്ത് ചെയ്യും, ടപ്പ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ആ മെറ്റീരിയലിനെ ബ്രേക്ക് ചെയ്യും. അതാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഫ്രിക്ഷൻ പോയിൻ്റർ, ആ പെൻഡുലം, സ്ട്രൈക്കിംഗ് എഡ്ജ്, ടെസ്റ്റ് പീസ്, സപ്പോർട്ട്, മെഷീൻ ഫ്രെയിം വർക്ക്. അപ്പോൾ ആ സ്കെയിൽ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കെയിൽ, അതാണ് അതിൽ കൊടുത്തുള്ള ഇമ്പാക്ട് ടെസ്റ്റിൽ. ഇനി ഐസോഡ് ഇമ്പാക്ട് സ്ട്രെങ്ത് ടെസ്റ്റ് ഈ സ്റ്റാൻഡേർഡ് മെത്തേഡ് ഓഫ് ഡിറ്റർമൈനിങ് ദ ഇമ്പാക്ട് റെസിസ്റ്റൻസ് ഓഫ് മെറ്റീരിയൽ. ഓക്കെ, ഇമ്പാക്ട് റെസിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് ടെസ്റ്റ് വഴി കണ്ടെത്തുന്നത്, ഐസോഡ് ടെസ്റ്റ് വഴി. ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലാർജ് എമൗണ്ട് ഓഫ് ലോഡ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം. നമ്മൾ ഹാമറൊക്കെ വെച്ച് അടിക്കണില്ല, അതിന് ഇമ്പാക്റ്റ് എന്നാണ് പറയുക. ഹ്യൂജ് എമൗണ്ട് ഓഫ് ലോഡ് ആക്ടിങ് ഫോർ എ ഷാർപ്പ് ഏരിയ, അതിനാണ് നമ്മൾ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ പ്രൊവൈഡിങ് ആം ഈസ് റൈസ് ടു എ സ്പെസിഫിക് ഹൈറ്റ് കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ എനർജി. ഈ ആം പൊക്കിയിട്ട് വെക്കുമ്പോൾ അതിന് എന്ത് എനർജിയാണ് കിട്ടുക, പൊട്ടൻഷ്യൽ എനർജിയാണ് കിട്ടുക. ആൻഡ് ദെൻ റിലീസ്ഡ്. അപ്പോൾ എന്ത് എനർജി ആയിട്ട് കൺവേർട്ട് ആവും, കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ആവും. ദ ആം സ്വിങ്സ് ഡൗൺ ഹിറ്റിംഗ് എ നോച്ച്ഡ് സാമ്പിൾ. എന്ത് ചെയ്യും, ഈ നോച്ച് ഉണ്ടാക്കിയ സാമ്പിളിൽ എന്ത് ചെയ്യും, ഈ ഹാമർ വന്ന് ഹിറ്റ് ചെയ്യും. ആൻഡ് എന്ത് ചെയ്യും, ആ സ്പെസിമെൻ ബ്രേക്ക് ആയിട്ട് പോകും. ദ എനർജി അബ്സോർബ്ഡ് ബൈ ദ സാമ്പിൾ ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം ദ ഹൈറ്റ് ദ ആം സ്വിങ്സ് ടു ഹിറ്റ് ദ സാമ്പിൾ. ആ ഹൈറ്റ് നോട്ട് ചെയ്യും. ആൻഡ് നോച്ച്ഡ് സാമ്പിൾ ഈസ് ജനറലി യൂസ്ഡ് ടു ഡിറ്റർമിൻ ഇമ്പാക്ട് എനർജി ആൻഡ് നോച്ച് സെൻസിറ്റിവിറ്റി. എ ടെസ്റ്റ് സ്പെസിമെൻ ഹാവിംഗ് വി ഷേപ്ഡ് നോച്ച് ഈസ് ഫിക്സ്ഡ് വെർട്ടിക്കലി ആൻഡ് സ്പെസിമെൻ ബ്രോക്കൺ ബൈ സ്ട്രിങ് it from the same side as that of notch by the use of a hammer. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ടെസ്റ്റ് ഉണ്ടാവുക. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്ത് വെക്കും. സ്ട്രൈക്കിംഗ് ഡയറക്ഷൻ എങ്ങനെയാണ് വന്ന് അടിക്കണത്, റൈറ്റ് ടു ലെഫ്റ്റ് ആവും. അങ്ങനെ അതാണ് ഐസോ ടെസ്റ്റിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എന്താണ്, ആ ഇമ്പാക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വർക്ക് പീസ് പൊസിഷൻ ചെയ്യുന്ന രീതിയാണ്. ദ ഫ്രാക്ചർ എനർജി ഈസ് ഡിറ്റർമിൻഡ് ഫ്രം ദ, ഈ ഫ്രാക്ചർ എനർജി എങ്ങനെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്, സ്വിങ് അപ്പ് ആംഗിൾ ഓഫ് ദ ഹാമർ. ഈ സ്വിങ് അപ്പ് ആംഗിൾ നമ്മൾ എന്ത് ചെയ്യും, മെഷർ ചെയ്യും. ഓക്കെ, ദ ഐസോഡ് ഇമ്പാക്ട് വാല്യൂ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ ഫ്രാക്ചർ എനർജി ബൈ വിഡ്ത്ത് ഓഫ് ദ സ്പെസിമെൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ കിട്ടിയ ഫ്രാക്ചർ എനർജീനെ നമ്മൾ വിഡ്ത്ത് ഓഫ് ദ സ്പെസിമെനോട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഇമ്പാക്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഐസോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ്, ഐസോഡ് ടെസ്റ്റിൽ ടെസ്റ്റ് പീസ് നമ്മൾ വെർട്ടിക്കലായിട്ടാണ് വെക്കുന്നത്. ഓക്കെ, എ ടെസ്റ്റ് സ്പെസിമെൻ ഹാവിംഗ് വി ഷേപ്ഡ് നോച്ച് ഈസ് പ്ലേസ്ഡ് ഓൺ ദ ഹോൾഡർ ഇൻ സച്ച് എ പൊസിഷൻ ദാറ്റ് നോച്ച് സെക്ഷൻ ഈസ് in the center of the holder and the specimen is broken by striking the back side of the notch. മറ്റേൽ വെക്കുന്ന പൊസിഷൻ സെയിം തന്നെയാണ്, പക്ഷേ ഈ മെറ്റീരിയൽ ബ്രേക്ക് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ബാക്ക് സൈഡിൽ നിന്ന് ലോഡ് കൊടുത്തിട്ടാണ്. അപ്പോൾ എന്താണ്, അതാണ് അതിൻ്റെ മെയിൻ ഡിഫറൻസ്. ഓക്കെ, ദ ഫ്രാക്ചർ എനർജി ഡിറ്റർമിൻഡ് ബൈ സ്വിങ് അപ്പ് ആംഗിൾ. ഫ്രാക്ചർ എനർജി എങ്ങനെയാണ് കാണുന്നത്, സ്വിങ് അപ്പ് ആംഗിൾ ഹാമറിനെ മെഷർ ചെയ്തിട്ടാണ് കാണുന്നത്. ദ ചാർപി ഇമ്പാക്ട് വാല്യൂ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ ഫ്രാക്ചർ എനർജി ബൈ ക്രോസ് സെക്ഷൻ. എങ്ങനെയാണ് ഫ്രാക്ചർ എനർജീനെ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ സ്പെസിമെനോട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചാർപി ഇമ്പാക്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രി സിൻസ് ഇറ്റ് ഈസ് ഈസി ടു കണ്ടക്ട് ടെസ്റ്റ് ആൻഡ് റിസൾട്ട് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ക്വിക്ക്ലി. ഓക്കെ, ഹാർഡ്നെസ് ടെസ്റ്റ്, ഒരു മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്, ഹാർഡ്നെസ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഹാർഡ്നെസ് മേ ബി ഡിഫൈൻഡ് ആസ് റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റൽ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ബൈ ഇൻഡൻറ്റേഷൻ. ഇൻഡൻറ്റേഷൻ ഹാർഡൻസ് മേ ബി മെഷർ ബൈ വേരിയസ് ഹാർഡ്നെസ് ടെസ്റ്റ് സച്ച് ആസ് ബ്രണൽ ഹാർഡ്നെസ് ടെസ്റ്റ് ആവാം, അലച്ച റോക്ക്വെല്ല്, അലച്ച വിക്കർ. ഓക്കെ, അപ്പോൾ ഹാർഡ്നെസ്സിലുള്ള ഫസ്റ്റ് ബ്രണൽ ഹാർഡ്നെസ് ടെസ്റ്റ്. ഇറ്റ് ഈസ് എ ടെസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് steel bar diameter 10 mm is pressed into the surface of a specimen by gradually applied load which is maintained on the specimen for a definite time. A 3000 kilogram
Fahrenheit load is used for testing ferrous alloys like cast iron and steel. When soft alloys are tested, 500 kilogram force kgf is used. The time of loading specified between 10 to 30 seconds depending upon the metal being examined. The impression is measured by a microscope and a Brinell hardness number BHN is found out by following equation. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിനൊരു ഡയമണ്ട് ടിപ്പ് ഇൻഡൻറ്റർ ഉണ്ടാവും. ആ ടിപ്പ് ഇൻഡൻറ്റർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇംപ്രഷൻ നമ്മൾ എന്തിൽ ഉണ്ടാക്കിയെടുക്കും, മെറ്റീരിയൽ ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, ടെസ്റ്റ് അങ്ങനെയാണ് അതിൻ്റെ ബ്രിണൽ ഹാർഡ്നെസ് നമ്പർ HB ഈസ് ഈക്വൽ ടു 2F/πd ഇൻറ്റു D മൈനസ് റൂട്ട് D മൈനസ് D. അതാണ് ആ ടെസ്റ്റ് മെത്തേഡ് ഇലുസ്ട്രേഷൻ ചെയ്ത് ഞങ്ങൾ ഇത് ലാബിൽ ചെയ്തിട്ടുണ്ടാവും. ആ D എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ബാളിൻ്റെ ഡയമീറ്റർ ആണ്. സ്മാൾ d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രഷൻ ഓഫ് ഡയമീറ്റർ, എത്ര ഇംപ്രഷൻ ഉണ്ടായി എന്നുള്ളത് അതിൻ്റെ ഡയമീറ്റർ. നിങ്ങൾ ആ വർക്ക് പീസിൽ എത്ര ഇംപ്രഷൻ ഉണ്ടാക്കി എന്നുള്ള ഡയമീറ്റർ. F എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്ത ലോഡ്, HB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിണൽ റിസൾട്ട്, എന്താണ് ബ്രിണൽ ഹാർഡ്നെസ് നമ്പർ എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ആ സെറ്റപ്പ്. ഈ സെറ്റപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന് എന്തുണ്ടാവും, ഒരു ഫ്രെയിം ഉണ്ടാവും, ഒരു ഹാർഡൻഡ് ബാൾ, ഒരു ഡയമണ്ട് ടിപ്പ് ആവും അത്. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ടേബിൾ മേൽ വർക്ക് പീസ് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും, ഈ സ്ക്രൂ ഇങ്ങനെ തിരിച്ചിട്ട് എന്ത് ചെയ്യും, അതിന് നമ്മൾ ഒരു ലോഡ് കൊടുക്കും. ഓക്കെ, പിന്നെ റോക്ക്വെൽ ഹാർഡ്നെസ്. എന്താണ് റോക്ക്വെൽ ഹാർഡ്നെസ്? ടെസ്റ്റിംഗ് മെഷീൻ ഈസ് സിമ്പിൾ ടു ഓപ്പറേറ്റ് ആൻഡ് ഡസ് നോട്ട് റിക്വയർഡ് മൈക്രോസ്കോപ്പ്. ഒരു മൈക്രോസ്കോപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. മറ്റേതിൽ എന്ത് ചെയ്യണം, നമ്മൾ മൈക്രോസ്കോപ്പ് കൂടെ നോക്കിയിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ. റോക്ക്വെല്ലിന് അതിൻ്റെ ആവശ്യമില്ല. ഫ്രീ ഫ്രം പേഴ്സണൽ എറേഴ്സ് ആൻഡ് ആൾസോ ഫാസ്റ്റർ. അപ്പോൾ അവിടെ തന്നെ എന്താവും, എറേഴ്സും കാര്യങ്ങളും കുറവാകും. സർഫസ് പോളിഷിംഗ് ഓഫ് ദ സ്പെസിമെൻ ഈസ് നോട്ട് റിക്വയർഡ്. അപ്പുറത്ത് എന്തുണ്ട്, സർഫസ് പോളിഷിംഗ് ഒക്കെ വേണമായിരുന്നു ഇതിൽ റോക്ക്വെല്ലിൽ. ഓക്കെ, കമ്പയർഡ് ടു ബ്രിണൽ ബ്രിണലിൽ. ഓക്കെ, കമ്പയർഡ് ടു ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റർ, ദിസ് ടെസ്റ്റ് റിക്വയർഡ്സ് മച്ച് സ്മാളർ പെനിട്രേഷൻ ആൻഡ് ലോഡ്. അതാണ് അതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. ദർ ആർ 9 സ്കെയിൽ ഓഫ് ഡയൽ A to H and K, but B scale, C scale are widely used. Okay, B C scale ആണ് widely യൂസ് ചെയ്യുന്നത്. B scale uses 1.5 mm diameter ball indenter to record the hardness of softer material. C scale uses diamond cone indenter with 120 degree cone angle and 0.2 mm tip radius to record the hardness of the material. ഓക്കെ, അപ്പോൾ ഈ സെറ്റപ്പാണ് അതിനുള്ളത്. ഒരു ഡയൽ ഉണ്ടാവും, ഒരു ഇൻഡൻറ്റർ ഹോൾഡർ ഉണ്ടാവും, ടെസ്റ്റ് സ്പെസിമെൻ ഉണ്ടാവും, സ്ക്രൂ ഉണ്ടാവും, ഒരു ഹാൻഡ് വീൽ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഫിഗർ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളവിടെ ലാബിൽ ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ടൊന്ന് ആലോചിക്കുക. ഓക്കെ, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ദ ടെസ്റ്റ് സ്പെസിമെൻ ഈസ് പ്ലേസ്ഡ് ഇൻ ദ മെഷീൻ ടെസ്റ്റ് ടേബിളിൽ വയ്ക്കുന്നു. ദ ടെസ്റ്റ് പീസ് റൈസ്ഡ് അപ്പ് ആൻഡ് അഗെയിൻസ്റ്റ് ദ ഇൻഡൻറ്റർ. വർക്ക് പീസ് എന്ത് ചെയ്യുന്നു, ഇൻഡൻറ്ററിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ആൻഡ് എ മൈനർ ലോഡ് 10 കിലോഗ്രാം ഈസ് അപ്ലൈഡ് ടിൽ ദ നീഡിൽ ഓഫ് ദ ഡയൽ റീഡ് 0 അതിൽ കാണിക്കുന്ന വരെ ഒരു 10 കിലോഗ്രാം ലോഡ് കൊടുക്കുന്നു. നൗ മേജർ ലോഡ് 100 കിലോഗ്രാം ഫോർ ബി സ്കെയിൽ ഓർ 150 കിലോഗ്രാം ഏതിനാണ്, സി സ്കെയിൽ ഈസ് അപ്ലൈഡ്. പിന്നെ എന്ത് ചെയ്യുന്നു, ലോഡ് കൂട്ടുന്നു. വിത്ഡ്രോവൽ ഓഫ് മേജർ ലോഡ് ആൻഡ് ലോവർ ഓൺ ദ പീസ്. ഹാർഡ്നെസ് ഓഫ് ദ മെറ്റീരിയൽ ഈസ് ഡയറക്ട്ലി ഫ്രം ദ മെഷീൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്ട്ലി എന്താണ് ആ മെഷീനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാർഡ്നെസ് മെഷർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് ഇമ്പാക്ട് ടെസ്റ്റിലുള്ളതാണ് വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റ്. ഓക്കെ, ദ വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റ് ഈസ് എ ടെസ്റ്റ് പെർഫോം ടു മെഷർ ദ ഹാർഡ്നെസ് ഓഫ് എ മെറ്റീരിയൽ. എന്തിനാണ്, ഒരു മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സിംപിളി തിൻ സെക്ഷൻസ് ആൻഡ് സ്മാൾ പാർട്സ്. എവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, തിൻ സെക്ഷനിലും സ്മാൾ പാർട്സിലൊക്കെ കൂടുതൽ ഏതാണ്, വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കംപ്രൈസ്ഡ് ഓഫ് എ ഡയമണ്ട് ഇൻഡൻറ്റർ, എല്ലാത്തിലും കോമൺ ആണ്, ആൻഡ് എ ലൈറ്റ് ലോഡ് ടു പ്രൊഡ്യൂസ് ഇൻഡൻറ്റേഷൻ on the subject under testing. The depth of the indentation is converted into hardness of value of the object. എത്രമാത്രം ഡെപ്തിൽ അത് ഇൻഡൻറ്റേഷൻ ഉണ്ടാക്കി അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്, അതിൻ്റെ ഹാർഡ്നെസ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റ് സിമിലർ ടു നമ്മുടെ ബ്രിണലിൻ്റെ അതേ സെറ്റപ്പ് തന്നെയാണ്. എ ഡയമണ്ട് സ്ക്വയർ ബേസ്ഡ് പിരമിഡ് ഇൻഡൻറ്റർ വിത്ത് 136 ആംഗിൾ. അതിന് ആംഗിൾ മാറി. ആൻഡ് ബിറ്റ്വീൻ ഓപ്പോസിറ്റ് ഫേസ് ഈസ് യൂസ്ഡ്. ലോഡ് വേരീസ് ഫ്രം 5 to 120 കിലോഗ്രാം ഇൻ സ്റ്റെപ്സ് ഓഫ് 5 കിലോഗ്രാം. ദ സ്പെസിമെൻ ഈസ് പ്ലേസ്ഡ് ഓൺ ദ ആൻവിൽ വിച്ച് ഈസ് then raised to touch the indenter. Load is applied and then removed. Indenter makes square impression. ആ indenter make എന്താണ്, ഒരു സ്ക്വയർ ഇംപ്രഷൻ ഉണ്ടാക്കുന്നു. ഡയഗണൽ ഓഫ് ഇംപ്രഷൻ ഈസ് ഡയഗണൽ എന്ത് ചെയ്യുന്നു, ആ ഇംപ്രഷൻ്റെ ഡയഗണൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. യൂസ്ഡ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഹാർഡ്നെസ് ഓഫ് വെരി തിൻ ആൻഡ് വെരി ഹാർഡ് മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ടെസ്റ്റ് സെറ്റപ്പിൻ്റെ ഒരു ഫിഗർ. അതിന് എന്തൊക്കെ ഉണ്ടായിരിക്കും, ഒരു ഐ പീസ് ഉണ്ടാവും, ഒരു ടററ്റ് ഉണ്ടാവും, പിന്നെ ഒരു ഇൻഡൻറ്റർ ഉണ്ടാവും, ഹോൾഡിംഗ് ആണ്, പിന്നെ
ഒരു ടെസ്റ്റ് ആനുവൽ ഉണ്ടാവും. മറ്റേ സെറ്റപ്പിൻ്റെ അതേപോലെ തന്നെ പിന്നെ ഒരു സ്ക്രൂ ഉണ്ടാവും, ലിഫ്റ്റ് ചെയ്യാൻ ലിഫ്റ്റിംഗ് സ്ക്രൂ ഉണ്ടാവും, ഒരു പവർ സ്വിച്ച് ഉണ്ടാവും, പിന്നെ അതിൻ്റെ പവർ സപ്ലൈ കേബിളും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെയാണ് വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റിൽ എങ്ങനെ ഏത് ഹാർഡ്നെസ് നമ്പർ എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നതാണ്. VPN ഈസ് ഈക്വൽ ടു DPN ഈസ് ഈക്വൽ ടു 2p sin θ2/d². VPN ഈസ് ഈക്വൽ ടു DPN ഈസ് ഈക്വൽ ടു എന്താണ്, വിക്കേഴ്സ് ഡയഗണൽ പിരമിഡ് നമ്പറാണ്. ഓക്കെ, അപ്പോൾ ആ പിരമിഡ് നമ്പർ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുക. P ഈക്വൽ ടു ലോഡ് ഇൻ kgf. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആംഗിൾ ബിറ്റ്വീൻ ഓപ്പോസിറ്റ് ഫേസസ്. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ലൈറ്റ് ടു ഡയഗണൽ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഏതായിരുന്നു, ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ആയിരുന്നു. ഇനി എന്താണ്, നശിപ്പിക്കാതെ ഒരു മെറ്റീരിയലിനെ നശിപ്പിക്കാതെ സേഫായിട്ട് എങ്ങനെ ടെസ്റ്റ് ചെയ്യാന്നാണ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്. ദ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ്, ദ സ്പെസിമെൻ ഓഫ് എ കോമ്പണന്റ് ഡസ് നോട്ട് ബ്രേക്കിംഗ് ഓർ ഡിസ്ട്രോയ്ഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ഫോർ ദ പർപ്പസ് വിച്ച് ക്യാൻ മെയ്ഡ്. ഫസ്റ്റത്തെ വിഷ്വൽ ഇൻസ്പെക്ഷൻ. എന്താണ് വിഷ്വൽ ഇൻസ്പെക്ഷൻ, കണ്ണുകൊണ്ട് നോക്കിയിട്ട്. പിന്നെ എന്താണ് റേഡിയോഗ്രാഫിക് ടെസ്റ്റിങ്, പിന്നെ ഏതാണ് അൾട്രാസോണിക് ടെസ്റ്റിങ്. അപ്പോൾ അത്രയാണ് അതിലുള്ളത്. പിന്നെ അടുത്തതാണ് ഏത്, വിഷ്വൽ ഇൻസ്പെക്ഷൻ ടെസ്റ്റ്. അത് സിംപ്ലി കണ്ണുകൊണ്ട് നോക്കിയിട്ട് ഒരു സാധനം ഒരു മെറ്റീരിയലിനെ ഇൻസ്പെക്ട് ചെയ്യുക. വിഷ്വൽ ഇൻസ്പെക്ഷൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് മെത്തേഡ് ഫോർ എ ഡിറ്റക്ഷൻ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ബിഫോർ ദേ ക്യാൻ മേജർ പ്രോബ്ലംസ്. പുവർ വെൽഡിംഗ്, സർഫസ് ഡിഫക്ട്സ് ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. കൊറോഷൻ പിറ്റ്സ്, ജനറൽ കണ്ടീഷൻസ്, അതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ അതൊക്കെ മെഷർ ചെയ്യാനാണ് സാധാരണ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ്, ഫാസ്റ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് കോമൺലി എംപ്ലോയിഡ് ആയിട്ടുള്ള മെത്തേഡാണ്. കോമൺ ആയിട്ടുള്ള പോയിന്റ്സുകളൊക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ, വിഷ്വൽ ഇൻസ്പെക്ഷൻ ക്യാൻ ബി യൂസ് ടു ഡിറ്റർമിൻ വെദർ എ പാർട്ട് വാസ് ഫാബ്രിക്കേറ്റഡ് ടു ദ കറക്റ്റ് സൈസ്. നമ്മൾ കണ്ണുകൊണ്ട് നോക്കിയിട്ട് ഒരു സാധനത്തിനെ ഇവാലുവേറ്റ് ചെയ്യുക. വെൻ ദ പാർട്ട് ഈസ് കംപ്ലീറ്റഡ് ഓർ വെദർ ദ പാർട്സ് ഹാവ് ബീൻ approximately incorporated into device. Human eye is the most valuable NDT tool. Human eye ആണ് ഒരു most valuable ആയിട്ടുള്ള NDT tool. is used in visual inspection or minor മാഗ്നിഫിക്കേഷൻ ഗ്ലാസ്സുകളും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർഫസിലേക്ക് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്സർവ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ? ഇറ്റ് ഈസ് യൂസ് ടു ഇൻസ്പെക്ട് വെദർ ദർ ഈസ് എ മിസ്അലൈൻമെന്റ് ഓഫ് പാർട്ട് ഓഫ് എക്യുപ്മെന്റ്. മിസ്അലൈൻമെന്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ചെക്സ് ഫോർ കൊറോഷൻ ഉണ്ടോ, ഇറോഷൻ ഉണ്ടോ, ക്രാക്ക് ഉണ്ടോ, ഡിഫോമിറ്റീസ് മെഷീൻ കോമ്പോണൻസിന് ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഇൻസ്പെക്ട് ദ പ്ലാന്റ് കോമ്പോണൻസ് ഫോർ എനി ലീക്കേജ് ഓർ അബ്നോർമൽ ഓപ്പറേഷൻ. എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ ഡിഫക്ട്സ് ഇൻ വെൽഡിങ്. ആ വെൽഡിങ്ങിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്തതാണ് ലിമിറ്റേഷൻ ഓഫ് വിഷ്വൽ ഇൻസ്പെക്ഷൻ. എന്തൊക്കെയാണ് ലിമിറ്റേഷൻ? ക്യാൻ ഐഡന്റിഫൈ ഓൺലി ലാർജ് ഡിസ്കണ്ടിന്യൂറ്റീസ്. ലാർജ് ഡിസ്കണ്ടിന്യൂറ്റീസ് മാത്രമേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ. ലിമിറ്റഡ് ടു സർഫസ് ഡിസ്കണ്ടിന്യൂറ്റീസ്. സർഫസ് ഡിസ്കണ്ടിന്യൂറ്റി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സ്കിൽഡ് ലേബേഴ്സ് വേണം. പിന്നെ റിസൾട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ ഐ റെസൊല്യൂഷൻ ഓഫ് ദ ഇൻസ്പെക്ടർ. ആളുടെ കണ്ണിൻ്റെ കാപ്പബിലിറ്റീനെ അത് എന്ത് ചെയ്യും, വിഷ്വൽ ഇൻസ്പെക്ഷൻ നല്ലോണം ഡിപ്പെൻഡ് ചെയ്യും. ഇറ്റ് മേ കോസ് ഐ ഫാറ്റീഗ് ടു ഇൻസ്പെക്ടർ. എന്ത് ചെയ്യും, ഐ സ്ട്രെയിനും കാര്യങ്ങൾക്കൊക്കെ കാരണമാവും. പിന്നെ എന്താണ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഈ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത് മാഗ്നറ്റിക് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദ MPA എക്യുപ്മെൻറ്റ്സ് ഈസ് ചീപ്പ്. ഈ MPA എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ചീപ്പാണ്. പിന്നെ റോബസ്റ്റ് ആൻഡ് ക്യാൻ ബി ഹാൻഡിൽഡ് ബൈ സെമി സ്കിൽഡ് പേഴ്സൺ. ഒരു സെമി സ്കിൽഡ് പേഴ്സണും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും. MPA മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഇൻസ്പെക്ട് വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ്. MPA എന്താണ്, വെറൈറ്റി ഓഫ് ഇൻസ്പെക്ഷൻ മെത്തേഡ്സിന് നമുക്ക് യൂസ് ചെയ്യാം. അതിൽ സ്റ്റെപ്പ് വൈസ് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു മാഗ്നറ്റൈസ് ദ പാർട്ടിക്കിൾ. ടെസ്റ്റിംഗ് ഈസ് ടു മാഗ്നറ്റൈസ് ദ കോമ്പോണൻറ്റ്. ഫസ്റ്റ് ഇതിനെ എന്ത് ചെയ്യണം, മാഗ്നറ്റൈസ് ചെയ്യണം. ഇഫ് എനി ഡിഫക്ട്സ് ഓർ നിയർ ദ സർഫസ് പ്രസൻറ്റ് ദ ഡിഫക്ട്സ് വിൽ ബി ക്രിയേറ്റ് എ ലീക്കേജ് ഫീൽഡ്. അപ്പോൾ ഇത് മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ എന്ത് ചെയ്യും, ഒരു ലീക്കേജ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ലീക്കേജ് ഫീൽഡ് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇഫ് എനി ഡിഫക്ട്സ് ഓർ നിയർ സർഫസ് ഡിഫക്ട്സ് പ്രസൻറ്റ് the detect creates a leakage field. After the component has been magnetized, the iron particle either എന്ത് ചെയ്യും, ഇത് മാഗ്നറ്റൈസ് ചെയ്തതിനു ശേഷം അയൺ പാർട്ടിക്കിൾസിൽ എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഡിഫക്ട്സോ കാര്യങ്ങളോ ഉണ്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ആ പോർഷനിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്യും. അതാണ് ഈ ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്താണ് ഈ ഫിഗർ ഒന്ന് നോക്കുക. ഫിഗർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മാഗ്നറ്റിക് പാർട്ടിക്കിൾ. ഇവിടെ എന്താണ് പാർട്ടിക്കിൾ ലൈൻസ്, ഇത് ഞാനിങ്ങനെ പാരലായിട്ടാണ് ലൈൻസ് പോകുന്നത്. നമ്മളിതിനെ ആദ്യം മാഗ്നറ്റൈസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, മാഗ്നറ്റൈസ് ചെയ്തിട്ട് മാഗ്നറ്റിക് പാർട്ടിക്കിൾ സ്പ്രിങ്കിൾ ചെയ്യുമ്പോൾ അവിടെ മാത്രം ഒരു ഫ്ലക്സ് ലീക്കേജ് ഉണ്ടായിട്ട് അവിടെ എന്ത് ചെയ്യും, ഈ പാർട്ടിക്കിൾസ് കോൺസെൻട്രേറ്റ് ചെയ്യും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ, ഹൈ സെൻസിറ്റിവിറ്റി,
പിന്നെ സ്മാൾ ഡിസ്കണ്ടിന്യൂറ്റീസ് ക്യാൻ ബി ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇൻഡിക്കേഷൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഡയറക്റ്റ്ലി ഓൺ ദ സർഫസ് ഓഫ് ദ പാർട്ട് ഒക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. പിന്നെ മിനിമൽ സർഫസ് പ്രിപ്പറേഷൻ മാത്രം മതി. ഡു നോട്ട് പെയിൻറ്റും കാര്യങ്ങളൊന്നും റിമൂവ് ചെയ്യേണ്ട. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി സർഫസും നിയർ സർഫസ് ഡിഫക്റ്റ് മാത്രമേ കണ്ടെത്താൻ പറ്റൂ. ഓൺലി അപ്ലിക്കബിൾ ഫോർ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. പ്ലാസ്റ്റിക്കിനോ വേറെ വുഡ് മെറ്റീരിയൽസിനൊന്നും പറ്റില്ല. റിലേറ്റീവ്ലി സ്മാൾ ഏരിയ ക്യാൻ ബി ഇൻസ്പെക്റ്റഡ് അറ്റ് എ ടൈം. സ്മാൾ ഏരിയ മാത്രമേ നമുക്ക് അറ്റ് എ ടൈമിൽ ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലി മെറ്റീരിയൽ വിത്ത് റിലേറ്റീവ്ലി നോൺ പോറസ് സർഫസ് ക്യാൻ ബി ഇൻസ്പെക്ടഡ്. നോൺ പോറസ് സർഫസ് മാത്രമേ ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദി ഇൻസ്പെക്ടർ മസ്റ്റ് ഹാവ് ഡയറക്റ്റ് ആക്സസ് ടു ദ സർഫസ് ബീങ് ഇൻസ്പെക്റ്റഡ്. നമുക്ക് ഡയറക്റ്റ് ആക്സസ് കിട്ടും. ലിക്വിഡ് പെനട്രൻറ്റ് ടെസ്റ്റിംഗ് അത് സിമ്പിളാണ്. ഒരു ലിക്വിഡ് പെനട്രൻറ്റ് ഇൻസ്പെക്ഷൻ ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് മെത്തേഡ്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ഡൈ പെനട്രൻറ്റ് ഇൻസ്പെക്ഷൻ. ദ പെർമനൻറ്റ് penetrant are mixtures of organic solvent which are characterized by the ability to wet materials spread rapidly, penetrate into minute cracks. Developer is a good absorbent material capable of drawing trace trapped penetrant from the discontinuity and break into the surface. സിമ്പിൾ ആണ്. ഫസ്റ്റ് എന്താണ്, ക്രാക്കിൻ്റെ അവിടെ ഡേർട്ടും കാര്യങ്ങളും ഉണ്ട്. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഐഡിയലി നമ്മൾ ആ ഡേർട്ടിനെ ക്ലീൻ ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, ആ വർക്ക് പീസിൻ്റെ ക്രാക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു, അപ്ലിക്കേഷൻ ഓഫ് പെനട്രൻറ്റ് അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇൻ്റർമീഡിയറ്റ് ക്ലീനിങ്. എക്സസ് ഉള്ള പെനട്രൻറ്റ് എന്ത് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു. ഈ പെനട്രൻറ്റ് എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യുന്നു, അപ്ലിക്കേഷൻ ഓഫ് ഡെവലപ്പർ. അത് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ ഡെവലപ്പർ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഡെവലപ്പർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്ത് പോയിട്ട് ഇൻഡിക്കേഷനോ കാര്യങ്ങളോ ഉണ്ടിച്ച് എന്ത് ചെയ്യും, അത് തിരിച്ചിട്ട് നമ്മുടെ സർഫസിലേക്ക് തന്നെ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒരു ക്രാക്ക് ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രൊസീജിയറാണ് കൊടുത്തിട്ടുള്ളത്. ക്ലീൻ ആൻഡ് ഡ്രൈ ദ ടെസ്റ്റ് പീസ്, അപ്ലൈ പെനട്രൻറ്റ് ആൻഡ് ലെറ്റ് ഇറ്റ് പെനട്രേറ്റ് ആൻഡ് റിമൂവ് ദ എക്സസ് പെനട്രൻറ്റ്. പിന്നെ എന്ത് ചെയ്യുന്നു, അപ്ലൈ ഡെവലപ്പർ, ഇവാലുവേറ്റ് ഇൻഡിക്കേഷൻ, പോസ്റ്റ് ക്ലീൻ, ടെസ്റ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, എന്താണ് അഡ്വാൻറ്റേജ്? റിലേറ്റീവ്ലി ലോ കോസ്റ്റ് ആണ്, ഹൈ പോർട്ടബിൾ NDT മെത്തേഡാണ്. പിന്നെ എന്താണ്, ഹൈലി സെൻസിറ്റീവ് ടു ഫൈൻ ആൻഡ് ടൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റീസ്, ഫെയർലി സിമ്പിൾ മെത്തേഡ്, ക്യാൻ ബി യൂസ്ഡ് ഓൺ എ വെറൈറ്റി ഓഫ് മെറ്റീരിയൽസിന് ഇത് യൂസ് ചെയ്യാം. ആൾ സർഫസ് ഡിസ്കണ്ടിന്യൂറ്റീസ് ആർ ഡിറ്റക്റ്റഡ് ഇൻ വൺ operation regardless of orientation. The disadvantage, test surface must be free from all contaminants. Dirt, oil, grease ഒന്നും ഉണ്ടാവാൻ പാടില്ല. Defects, surface discontinuity only, cannot be used on porous specimen and it is difficult to use very rough surface യൂസ് ചെയ്യാൻ പറ്റില്ല. റിമൂവൽ ഓഫ് ആൾ പെനട്രൻറ്റ് മെറ്റീരിയൽ ഫോളോയിങ് ടെസ്റ്റ് ഈസ് ഓഫൺ റിക്വയർഡ്. ഓക്കെ, ഇനി അടുത്തതാണ് അൾട്രാസോണിക് ടെസ്റ്റിംഗ്. എന്താണ് അൾട്രാസോണിക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, അൾട്രാസോണിക് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്, ആൾസോ നോൺ ആസ് അൾട്രാസോണിക് NDT ഓർ സിംപ്ലി UT. ഓക്കെ, ഇനി എന്താണ് ഈ മെത്തേഡിൽ എന്താണ് ചെയ്യുന്നത്? വെരി സിമ്പിൾ മെത്തേഡാണ്. ഈ ഫിഗറിന് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ ഉണ്ടാവും. അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്തിട്ട് നമ്മുടെ എന്താണ് അൾട്രാസോണിക് വേവ്സ് എന്ത് ചെയ്യും, ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, എന്ത് വേവ്സിനെ, ഈ അൾട്രാസോണിക് വേവ്സിനെ നമ്മുടെ വർക്ക് പീസിലേക്ക് കടത്തി വിടും. അപ്പോൾ എന്തെങ്കിലും ക്രാക്കോ അല്ലെങ്കിൽ ക്രാക്ക് ഉണ്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്രാക്ക് നമുക്കിത് ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. ക്രാക്കോ കാര്യങ്ങളോ ഉണ്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്രാക്കിൽ തട്ടിയിട്ട് എന്ത് ചെയ്യും, തിരിച്ചിട്ട് എന്ത് ചെയ്യും, അൾട്രാസോണിക് വേവ്സ് എന്ത് ചെയ്യും, ഈ റിസീവർക്ക് തന്നെ റിസീവ് ആവും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ക്രാക്ക് എക്കോ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്കെ, അതൊരു സ്മാൾ സിഗ്നലായിരിക്കും, സ്മാൾ വേവ് ലെങ്ത്തുള്ള. പിന്നെ എന്താണ്, ഇപ്പോൾ അവിടെ ക്രാക്കോ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എന്താണ് സിമ്പിളായിട്ട് ആ വേവ്സ് എന്ത് ചെയ്യും, അൾട്രാസോണിക് വേവ്സ് കൂളായിട്ട് എന്ത് ചെയ്യും, മെറ്റീരിയലിൻ്റെ താഴെ വരെ ട്രാവൽ ചെയ്തിട്ട് തിരിച്ചു പോകും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ഒരു ബാക്ക് സർഫസ് എക്കോം ക്രിയേറ്റ് ആവും. പിന്നെ എന്താണ് ഈ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ? എന്താണ് ഒരു പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു മെക്കാനിക്കൽ വൈബ്രേഷൻ, ഇപ്പോൾ അൾട്രാസോണിക് വേവ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, ഒരു മെക്കാനിക്കൽ വൈബ്രേഷൻ ആണ് അല്ലേ. അപ്പോൾ ഒരു മെക്കാനിക്കൽ വൈബ്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതൊരു ഇലക്ട്രിക് സിഗ്നലാക്കിയിട്ട് കൺവേർട്ട് ആക്കുന്ന ഡിവൈസിനെയാണ് എന്തെന്ന് പറയുന്നത്, പീസോ ഇലക്ട്രിക് ഡിവൈസ്. ക്വാഡ്സ് ഒക്കെ ഇതിനൊരു എക്സാമ്പിളാണ്. തിരിച്ചിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മെക്കാനിക്കൽ വൈബ്രേഷൻസും ക്രിയേറ്റ് ചെയ്യും, തിരിച്ചിട്ടും നടക്കും. അപ്പോൾ അങ്ങനെയുള്ള എക്യുപ്മെൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ടാവുന്ന ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ്, നമ്മൾ എന്ത് ചെയ്യും, വേണ്ട വർക്ക് പീസ് കൊണ്ടുപോയിട്ട് ഈ പ്രോബിൻ്റെ അവിടെ എന്ത് ചെയ്യും, ഒരു കപ്ലൻ്റ് യൂസ് ചെയ്യുക. ആ കപ്ലൻ്റ് പ്രോപ്പറായിട്ട്, അതായത് എന്തിനാണ്, അതിൻ്റെ കറക്റ്റ് എന്താണ് സീറ്റായിട്ട് ഇരിക്കാൻ, പ്രോപ്പറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കപ്ലൻ്റ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ അൾട്രാസോണിക് വേവ്സ് ഇങ്ങനെ വിടും. വല്ല ഫ്ലോ കാര്യങ്ങളോ ഒണ്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ദൂരം മാത്രമേ വേവ്സ് ട്രാവൽ ചെയ്യുള്ളൂ. നേരെ മറിച്ചിട്ട് ക്രാക്കോ കാര്യങ്ങളൊന്നും ഇല്ല വെച്ചാൽ കൂളായിട്ട് ത്രൂ ഔട്ട് ദ മെറ്റീരിയൽ എന്ത് ചെയ്യും,
ഈ വേവ്സ് ട്രാവൽ ചെയ്യും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൽ 3 സിഗ്നൽസാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഇൻപുട്ട് എക്കോ ഉണ്ട്. ഇൻപുട്ട് എക്കോ ഏറ്റവും കൂടുതലാവും. അതിനേക്കാൾ ബാക്ക്ഗ്രൗണ്ട് എക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറച്ചൊക്കെ ലോസ് ഉണ്ടാവും സിഗ്നൽ. നിങ്ങൾ ഗ്രാഫ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം. അതിലുള്ള ഇൻപുട്ട് എക്കോ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത്തുള്ള, മറ്റേ കുറച്ച് കുറവ് മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ. ഫ്ലോ എക്കോ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ക്രാക്കിൻ്റെ അവിടെ തട്ടിയിട്ട് അതിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞിട്ട് വരും. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളാണ് അതിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് റിവൈസ് ചെയ്യുക.